കാസർഗോഡ് ചോദ്യങ്ങൾ ചോദിച്ചും ഉത്തരങ്ങൾ തേടിയും ജില്ലാ ക്വിസ് അസോസിയേഷന്റെ പ്രതിമാസ ക്വിസ് മത്സരം 100ാം പതിപ്പ് പിന്നിട്ടു. 10 വർഷം കൊണ്ട് ജില്ലയുടെ വിവിധ മേഖലയിൽ നിന്നായി ആയിരങ്ങളാണ് ഇതിനകം ചോദ്യോത്തര പരമ്പരയുടെ ഭാഗഭാക്കായത്. അദ്ദേഹം ലോകം കണ്ട സഞ്ചാരിയാണ്. അദ്ദേഹം അത് വാഗ്ദാനം കേട്ടത് ഇതോടുകൂടി അല്ല, സന്തോഷ് ജോർജ് കേട്ടത് ലോകം കണ്ട സഞ്ചാരിയാണ്. അത് ഇന്ത്യക്കാരെന്ന് നമുക്ക് ഔദ്യോഗികം ഏകദേശം 100 കാണുന്നതാണ്. സന്തോഷ് ജോർജ് പുറമേ നിറയെ ചോദ്യങ്ങൾ ചോദിച്ച് അറിവിന്റെ വിശാലമായ ലോകം തുറന്നു വെക്കുകയാണ് കാസർഗോഡ് ജില്ലാ ക്വിസ് അസോസിയേഷൻ. ഓരോ മാസവും ഓരോ കേന്ദ്രങ്ങൾ, ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി കൂട്ടായ്മകൾ. 10 വർഷം മുമ്പ് തുടങ്ങിയ യാത്ര മുടക്കമില്ലാതെ ഇപ്പോഴും തുടരുകയാണ്. ക്വിസ് അസോസിയേഷൻ 2015 സെപ്റ്റംബർ 15 ഒളവറ വികസന വിദ്യാകേന്ദ്രത്തിൽ 15 പേർ പങ്കെടുത്തായിരുന്നു ആദ്യ ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. ഞായറാഴ്ച നീലേശ്വരം ടൗൺ ഹാളിൽ നടന്ന 100ാമത് മത്സരത്തിൽ 80 ടീമുകളായി 160 പേർ പങ്കെടുത്തു. റിട്ടയർഡ് അധ്യാപകൻ വി തമ്പാൻ സെക്രട്ടറിയും ടി വി വിജയൻ പ്രസിഡന്റുമായ ഭരണസമിതിയാണ് അസോസിയേഷന് നേതൃത്വം നൽകുന്നത്. 2015 സെപ്റ്റംബർ മാസത്തിൽ ഒളവറ വികസന വിദ്യാകേന്ദ്രത്തിൽ വച്ചാണ് ഈ ജില്ലാ ക്വിസ് അസോസിയേഷൻ രൂപീകരിച്ചത്. സംസ്ഥാന ദേശീയ തലങ്ങളിൽ നമ്മുടെ ക്വിസ് അസോസിയേഷൻ അംഗങ്ങൾ അഭിമാനകരമായ നേട്ടങ്ങളാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മാസവും വൈവിധ്യമുള്ള വിഷയങ്ങളുമായി വിവിധ സംഘടനകളുമായും സ്ഥാപനങ്ങളുമായും സഹകരിച്ചാണ് പ്രഗത്ഭരായ ക്വിസ് മാസ്റ്റർമാരുടെ നേതൃത്വത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. രക്ഷിതാക്കളെയും അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളെയുമാണ് ഇതിൽ നമ്മൾ അഭിനന്ദിക്കേണ്ടത്. അവരുടെ ആ സഹായമാണ് ഈ പ്രസ്ഥാനത്തെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് സഹായിക്കുന്നത്. അസോസിയേഷന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ദിവസവും രാത്രി ഓൺലൈൻ പരിശീലനമുണ്ട്. പ്രതിമാസ ക്വിസിലും ഓൺലൈൻ പരിശീലനത്തിലും പങ്കെടുത്ത വിവിധ മത്സരങ്ങളിലും മത്സര പരീക്ഷകളിലും വിജയികളായവർ നിരവധിയാണ്. സംസ്ഥാന ദേശീയ തല മത്സരങ്ങളിൽ നമ്മുടെ ക്വിസ് അസോസിയേഷനുമായി ബന്ധപ്പെടുന്ന കുട്ടികളുടെ പ്രകടനം വളരെയധികം അഭിമാനാർഹമായ ഒന്നാണ്. ഈ ക്വിസ് അസോസിയേഷൻ വരുംകാല പ്രവർത്തനങ്ങൾക്ക് സർക്കാർ തലത്തിലും ഏകോപനം ഉണ്ടായിക്കൊണ്ട് ഇതിനൊരു മാതൃകാ നിലയിൽ സർക്കാർ തലത്തിലും ഇതിൻ്റെ ഒരു വൈജ്ഞാനിക മണ്ഡലത്തിൽ ഇത് ഇടപെടൽ ഉണ്ടാവണം എന്നൊരു അഭ്യർത്ഥന കൂടി ഇതിന്റെ ഭാഗമാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ LP, UP, ഹൈസ്കൂൾ പൊതുവിഭാഗങ്ങളിലായി നടത്തുന്ന മത്സരങ്ങളിൽ 100-ലധികം പേരാണ് ഓരോ മാസവും പങ്കെടുക്കുന്നത്. 1000, 750, 500 രൂപ വീതം ഓരോ വിഭാഗത്തിലും സമ്മാനത്തുകയുമുണ്ട്. വിജയികളെ കണ്ടെത്തുന്ന പതിവ് മത്സരരീതികളിൽ നിന്ന് വ്യത്യസ്തമായി പരമാവധി അറിവ് കണ്ടെത്തുകയാണ് ലക്ഷ്യം. തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 1974 SSLC ബാച്ചിന്റെ സഹകരണത്തോടെ നീലേശ്വരത്ത് സംഘടിപ്പിച്ച 100ാമത് ക്വിസ് മത്സരം കണ്ണൂർ സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ KP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കൈരളി ന്യൂസ്, കാസർഗോഡ്.